നമസ്കാരം. ഞാൻ ജിമ്മിലെ ചില വീഡിയോകളൊക്കെ ഇടാറുണ്ട്. അങ്ങനെ ഇടുമ്പോൾ ചില ആൾക്കാർ, അതായത് പ്രൊഫൈൽ ലോക്ക് ചെയ്തിട്ടുള്ള ആൾമാരാണ് കൂടുതൽ വന്നിട്ട് ഇതെങ്ങനെയല്ല ചെയ്യുന്നത്, അത് ശരിയല്ല, ഇത് ഇങ്ങനല്ല, നേരെ ഇരിക്കണം, വളഞ്ഞിരിക്കണം എന്നൊക്കെ. അവന്മാരുടെയൊക്കെ പ്രൊഫൈൽ ഒരുവിധം ഫോട്ടോ ചെറുതായിട്ട് കാണാം. അത് നോക്കിയപ്പോൾ ഇതെല്ലാം പഴുത്ത് വീർത്തിരിക്കുന്നവന്മാരായി പറയുന്നത് ഭൂരിപക്ഷവും. ഒരു ബോഡി ബിൽഡേഴ്സ് പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. പിന്നെ ബോഡി ബിൽഡേഴ്സ് പറഞ്ഞാലും ഞാനൊരു കാര്യം പറയാം. ഞാനൊരു ബോഡി ബിൽഡറല്ല. ബോഡി ബിൽഡിങ് എൻ്റെ പണിയല്ല. എൻ്റെ പണി വക്കീൽ പണിയാണ്. 31 വർഷമായിട്ട് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ലോയറാണ് ഞാൻ. ഇഷ്ടംപോലെ കേസും ഇഷ്ടംപോലെ കക്ഷികളും ഒക്കെയുള്ള ഒരാളാണ് ഞാൻ. പത്തനംതിട്ടയിൽ വന്ന് അന്വേഷിച്ചാൽ മതി. പിന്നെ എൻ്റെ പ്രൊഫഷൻ അല്ലെങ്കിൽ പോലും ഇതിലൊക്കെ എനിക്കൊരു ക്രേസ് ഉണ്ട്. ഞാൻ 131 കിലോമീറ്റർ വരെ ഒറ്റ സ്ട്രെച്ചിന് സൈക്കിൾ ഓട്ടും, നന്നായിട്ട് നീന്തും, 100 കിലോമീറ്റർ മേൽ നടക്കും, എല്ലാം ഹൈക്കിങ് ചെയ്യും, മല കയറും. അസ്തിയാർകൂടം ഒക്കെ 2 പ്രാവശ്യം കയറിയിട്ടുണ്ട്. അതൊക്കെ എൻ്റെ ഒരു ക്രേസിൻ്റെ ഭാഗമാണ്. എൻ്റെ ബോഡി ബിൽഡിങ് എൻ്റെ ഒരു പ്രൊഫഷനല്ല. അതാദ്യം മനസ്സിലാക്കുക. പിന്നെ ഈ 58 വയസ്സുണ്ട് എനിക്ക്. 58ാമത്തെ വയസ്സിലും ഷുഗറില്ല, ഡയബറ്റീസ് ഇല്ല, പ്രഷറില്ല, അങ്ങനെ ഇത്യാദി ഒരു അസുഖമില്ല. നന്നായിട്ട് പോകുന്നു. സന്തോഷമുണ്ട്. ഈശ്വരൻ നന്ദി, പ്രകൃതിക്ക് നന്ദി. അപ്പോൾ ഈ പറയുന്നവന്മാരോടൊക്കെ ഉള്ള മറുപടിയാണ്. ഇവരൊക്കെ പറയുന്നത് എനിക്ക് നല്ലതാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് റീച്ച് കൂടും. കുറ്റം പറയണം കേട്ടോ, കുറ്റം പറയണം. പിന്നെ ചെല്ലു പറയും വയറ് ചാടി, വയറിന് ആഹാരം കൺട്രോൾ ചെയ്യണം, കോപ്പ് കൺട്രോൾ ചെയ്യും. ആഹാരവും കൺട്രോൾ ചെയ്തിട്ട് കോപ്പും കൺട്രോൾ ചെയ്യത്തില്ല. എന്തോരം ആഹാരം കൺട്രോൾ ചെയ്യുന്നത് 58ാമത്തെ വയസ്സിൽ? ഞാനൊരു ആഹാരവും കൺട്രോൾ ചെയ്ത് ഞാൻ ഇഷ്ടം പോലെ ആഹാരം കഴിക്കും. അതിന് ഒരു ലിമിറ്റും ഇല്ല. ഞാൻ നന്നായിട്ട് ആഹാരം കഴിക്കാനും വല്ലപ്പോഴും ഇച്ചിരി സ്മോൾ അടിക്കാനുമാണ് ഈ ജിമ്മും ഒക്കെ ചെയ്യുന്നത്. ഇതൊക്കെ ചെയ്യുമ്പോൾ നല്ല എനർജി വരും. അന്നേരം ഇച്ചിരി സ്മോളൊക്കെ അടിച്ചാൽ നല്ല രസമാണ്. നല്ല ആഹാരം കഴിച്ചാൽ നല്ല രസമാണ്. എന്ന് വെച്ചാൽ രാവിലെ മുതൽ വൈകിട്ട് വരെ വെള്ളം അടിക്കുന്ന ആളല്ലേ. വല്ലപ്പോഴും ആഴ്ചയിൽ ഒരിക്കലോ 2 ആഴ്ച കൂടുമ്പോഴോ ഒക്കെ വെള്ളം അടിക്കും. അതും പറയുന്നത് എനിക്ക് മടിയില്ല. അന്നേരം വയറ് ചാടിയെന്നും ഇത് അങ്ങനല്ല ചെയ്യുന്നതെന്നും ഇങ്ങനല്ല ചെയ്യുന്നതെന്നും ഒക്കെ പറയുന്നവരോടുള്ള മറുപടിയായിട്ടാണ് പറയുന്നത്. എല്ലാത്തിനും എനിക്ക് കയറി മറുപടി പറയാൻ വയ്യ. എന്നാലും ചിലർക്കൊക്കെ ഞാൻ മറുപടി കൊടുക്കാറുണ്ട്. ചിലർ മാന്യമായിട്ട് പറയാറുണ്ട്. അവരോടും കൂടി പറയുക, ജിമ്മ് എൻ്റെ പ്രൊഫഷനല്ല. ഞാനൊരു ബോഡി ബിൽഡറല്ല. ഞാൻ 58 വയസ്സുള്ള ഒരു വാർദ്ധക്യം എത്തിയ ആളാണ്. 2 വർഷം കൂടെ കഴിയുമ്പോൾ എനിക്ക് 60 വയസ്സ് കഴിയുകയാണ്. ഷഷ്ടി പൂർത്തി. എനിക്ക് കൊച്ചുമക്കളും വരെയായി. അന്നേരം വന്ന് വിമർശിക്കുന്നവന്മാർ ആദ്യം ഇതൊക്കെ ചെയ്ത് കാണിക്കണം. ഒരു വീഡിയോ, ഈ വിമർശിക്കുന്നവന്മാരെ ഒരു വീഡിയോ ഇങ്ങനെയാണ് ചെയ്യുന്നത്, ഒരു വീഡിയോ ഇട്ടുകൊണ്ട് പറഞ്ഞാൽ എനിക്ക് സന്തോഷമാകും. അവരൊന്നും ഇന്ന് വരെ ജിമ്മ് കണ്ടിട്ടുള്ളവരല്ല എന്നുള്ളത് ഓർത്തോണം. ജിമ്മും കണ്ടിട്ടില്ല, അവർ നടക്കത്തുമില്ല, ഒന്നുമില്ല, ചരവ് അടിച്ച് മുഖം പഴുത്തിരിക്കുന്നവന്മാരാണ്. അതാ ഈ പ്രൊഫൈൽ ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ചില മാന്യമായിട്ട് സംസാരിക്കാൻ. ഒരാളെന്നോട് മാന്യമായിട്ട് സംസാരിച്ചു, ചേട്ടാ മുണ്ട് പൊക്കി കാണിക്കരുത്, ഞാനൊരു അഭിപ്രായം പറഞ്ഞോട്ടെ. അയാളോട് നന്ദിയുണ്ട്. അഭിപ്രായം പറയുന്നതിന് എനിക്ക് നന്ദിയുണ്ട്. പിന്നെ കുറ്റം പറയാൻ, ഈ പ്രായത്തിൽ ഇതൊന്നും ചെയ്യേണ്ട കാര്യം ചെയ്യരുത് എന്നൊക്കെ പറയുന്ന കുറ്റം പറയുന്നവന്മാരുണ്ട്. ഈ പ്രായത്തിൽ ഇതും ചെയ്യുന്നതിൻ്റെ അപ്പുറവും ചെയ്യും. അതൊക്കെ എൻ്റെ താല്പര്യം. ഞാൻ ചെയ്യുന്നതൊന്നും നിങ്ങൾക്കൊന്നും ആർക്കും ചെയ്യാൻ പറ്റത്തില്ല. ഒരു 25 വയസ്സുകാരൻ ചെയ്യത്തില്ല, അതെനിക്ക് ഉറപ്പാണ്. ഇത് ഇന്നലെയൊന്നും തുടങ്ങിയതല്ല. 31 വർഷമായി ഞാൻ ജിമ്മ് തുടങ്ങിയിട്ട്. അതായത് എൻ്റെ 26ാമത്തെ വയസ്സിൽ ജിമ്മ് തുടങ്ങിയതാണ്. അന്നേരം ഇനി കുറ്റം പറയുന്നവരുടെ ഇതാണ് എൻ്റെ മറുപടി. എല്ലാവർക്കും ഇതിന് മറുപടി പറയാൻ എനിക്ക് പറ്റത്തില്ല. അതുകൊണ്ടാണ് വീഡിയോ ആയിട്ടിടുന്നത്. നന്ദി, നമസ്കാരം. വിമർശനങ്ങളും ഒക്കെ ആവാം, അതിനൊന്നും എനിക്ക് ഇനിയും പ്രശ്നമില്ല. വിമർശനങ്ങൾക്കും പരിഹാസങ്ങൾക്കും ഒക്കെ നന്ദി. നിങ്ങൾ ഇനിയും വിമർശിച്ചുകൊള്ളുക, ഇനിയും പറഞ്ഞുകൊള്ളുക. അതിനകത്തൊന്നും എനിക്ക് പ്രശ്നമില്ല. ഇതിനകത്തൊക്കെ ഇങ്ങനെ പറയുന്നതും ഒരു രസമാണ്, മറുപടി പറയുന്നതും ഒരു രസമാണ്. അപ്പോൾ എൻ്റെ ഈ പോസ്റ്റിൻ്റെ റീച്ച് കൂടും. നന്ദി, നമസ്കാരം.